Okay, hello guys, welcome back to the new video of Trade with Ashwin. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ വേണ്ടി പോകുന്നത് നമ്മൾ ഇന്ന് നിഫ്റ്റിയിൽ പുട്ട് ഓപ്ഷനിലാണ് ഒരു ട്രേഡ് എക്സിക്യൂട്ട് ചെയ്തേക്കുന്നത്. ധന്നിനകത്താണ് നമ്മൾ ഇന്ന് ട്രേഡ് ചെയ്യുന്നത്. എനിക്ക് അങ്ങനെ വലിയ പരിചയമില്ല ധന്നിനകത്ത് ട്രേഡ് ചെയ്തിട്ട്. എന്തായാലും നമ്മൾ ധന്നിനകത്താണ് ട്രേഡ് ചെയ്യുന്നത്. നമ്മുടെ ഓവറോൾ വ്യൂ പോയിന്റ് ഇന്ന് മാർക്കറ്റ് ഡൗൺ ഡയറക്ഷൻ ആണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഡാറ്റ നമ്മളെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഡൗൺ ഡയറക്ഷൻ ആയിരുന്നു. അതുകൊണ്ട് നമ്മൾ ഡൗൺ ഡയറക്ഷനാണ് ട്രേഡ് ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല നമ്മുടെ 9 ബിഗ് ബാർ സ്ട്രാറ്റജി ഇവിടെ എക്സിക്യൂട്ടായി. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഒന്നും ആലോചിച്ചില്ല, ട്രേഡ് ഇവിടെ എക്സിക്യൂട്ട് ചെയ്തു. ട്രേഡ് എക്സിക്യൂട്ട് ചെയ്ത് പിന്നെ ആദ്യം തന്നെ മാർക്കറ്റ് ഒരു കുറച്ച് മൂവ്മെൻറ്റ് തന്നെങ്കിലും പിന്നെ ഇപ്പോൾ ഒരു ഡൗൺ ഡയറക്ഷനാണ് കാണിക്കുന്നത്. നമ്മൾ 1:3 റിസ്ക് റിവാർഡ് റേഷ്യോ ആണ് നോക്കുന്നത്. സ്കാൽപ്പാണ് ചെയ്യുന്നത്. സ്കാൽപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ 1:3 ആണ് എപ്പോഴും എടുക്കാറുള്ളത്. 1:3 എടുക്കും, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്ത് ഇറങ്ങിപ്പോരും, അത്രയേ ഉള്ളൂ. സോ നമുക്ക് നോക്കാം എന്താ നടക്കാൻ വേണ്ടി പോകുന്നുള്ളത്. സോ ഞാൻ ധന്നിനകത്ത് ആദ്യമായിട്ടാണ് ഞാൻ ട്രേഡ് ചെയ്യുന്നത്. ഞാനങ്ങനെ ധന്നിനകത്ത് ട്രേഡ് ചെയ്ത് എനിക്ക് വലിയ പരിചയമൊന്നുമില്ല. കൂടുതലും ഞാൻ അപ് സ്റ്റോക്സ് ആയിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം ധന്നിനകത്തോട്ട് മാറാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ് സ്റ്റോക്സ് നല്ല ബ്രോക്കറേജ് ചാർജസ് ആണ് പിടിക്കുന്നത്. ധന്നിനകത്ത് അത്രയും പിടിക്കുന്നില്ല. സോ അതുകൊണ്ടാണ് ഞാൻ ധന്നിനകത്തോട്ട് കയറിയത്. പിന്നെ ഇച്ചിരി ഒരു അൺഫെമിലിയർ സ്ഥലത്തോട്ട് വന്നതുപോലെ തോന്നുന്നുണ്ട്, എന്നാലും കുഴപ്പമില്ല. ഓക്കെ, 189, 190, 195 വന്നു കഴിഞ്ഞാൽ ഏകദേശം നമുക്കൊരു 25 പോയിൻറ്റ്സിൻ്റെ മൊമെൻറ്റം കിട്ടിക്കാണും. ഓക്കെ, സോ 1:3 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും നല്ലത്. 195 എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ട്രെയിൽ ചെയ്യാൻ വേണ്ടി തുടങ്ങാം. ഓക്കെ, സോ ലെറ്റ്സ് സീ ഗൈസ്, നമുക്കിത് പ്രോഫിറ്റ് ആകുമോ ലോസ് ആകുമോ എന്നുള്ളത്. കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ ട്രേഡ് ചെയ്യുന്നുണ്ടായിരുന്നു, പക്ഷെ നമ്മൾ വീഡിയോസ് ഒന്നും പോസ്റ്റ് ചെയ്യുന്നില്ലായിരുന്നു. അധികം വലിയ വ്യൂസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു മടിയാണ് ഗൈസ്. ഓക്കെ, സോ നമുക്ക് നോക്കാം. 189, 190 ആ ഒരു പോയിന്റിൽ തന്നെ നിൽക്കുവാണ്. ഒരു സ്പൈക്കും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ ടാർഗറ്റിൻ്റെ ക്ലോസ് ആണ് നിൽക്കുന്നത്. പക്ഷെ ഒരു സ്പൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു രക്ഷയുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ മാർക്കറ്റ് അങ്ങോട്ട് മൂവ് ചെയ്യുന്നില്ല. ഞാനിവിടെ എടുത്തേക്കുന്നത് നിഫ്റ്റിയുടെ 2500 പുട്ട് ഓപ്ഷനാണ്. പുട്ട് ഓപ്ഷൻ എടുക്കാനായിട്ട് ഞാനിവിടെ 2 സ്ട്രൈക്ക് ഇൻ ദ മണിയാണ്. IV 17.61 ആയിരുന്നെന്ന് തോന്നുന്നു. അത്രയാണ് നമ്മൾ എടുത്തേക്കുന്നത്. 20യുടെ താഴെയുള്ള IV നല്ലതാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഓക്കെ, സ്മോൾ ഗ്യാപ്പ്. ഓക്കെ, ചെറിയൊരു സ്പൈക്ക് വന്നായിരുന്നു. 195 വരെ ഒരു സ്പൈക്ക് കിട്ടി നമുക്ക്. പക്ഷേ കൃത്യമായിട്ട് കാര്യങ്ങൾ ഓടുന്നില്ല. ആദ്യത്തെ ഒരു 2 മിനിറ്റത്തേക്കിലും ഒരു ചെറിയ സ്പൈക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. $194. Okay, not looking good. എന്ത് നടക്കും ഗൈസ്? നമ്മൾ തോറ്റു പോകുമോ? മിക്കവാറും തോറ്റു പോകും ഗൈസ്. നമ്മുടെ പ്രോഫിറ്റിന് ഏറ്റവും അടുത്ത വരെ വന്നിട്ട് നമ്മൾ പോയി അല്ലേ. കുഴപ്പമില്ല. ലോസ് ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആകെ 800 രൂപയുടെ ലോസേ ആകത്തുള്ളൂ. അതുകൊണ്ട് വലിയ വിഷയമൊന്നുമില്ല. ബട്ട് പ്രോഫിറ്റാണ് നമുക്ക് വേണ്ടത്. നമുക്ക് നോക്കാം.
ഇവിടെ പ്രോഫിറ്റിന് അടുത്തെത്തിയായിരുന്നു. നമുക്ക് 202 ആയിരുന്നു വേണ്ടത്. ഇവിടെ 195 വരെ ചെന്നായിരുന്നു മാർക്കറ്റ്. അത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് ഒരു പുൾ ബാക്ക് കൊടുത്തു. എന്തായാലും 5 മിനിറ്റ്സിൻ്റെ ക്യാൻഡിലാണ് 2 മിനിറ്റ് ആയതേ ഉള്ളൂ. നമുക്ക് നോക്കാം. വീണ്ടും 194 തന്നെ വന്നിട്ടുണ്ട്. One 197. ഓക്കെ ഗൈസ്, നമ്മളിവിടെ എക്സിറ്റ് അടിച്ചു. ഓക്കെ, നമ്മളിവിടെ എക്സിറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഹോളിൽ നിന്ന് നമ്മൾ എക്സിറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് 202 കിട്ടിയിട്ടുണ്ട്. ഓക്കെ, സോ നമ്മുടെ ഇന്നത്തെ ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്തു. 1:3 റിസ്ക് റിവാർഡ് റേഷ്യോ കിട്ടിയിട്ടുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്.